ഇനി അടുത്ത ഫീച്ചർ അതിൽ തന്നെ ഫേസ് 2, അതായത് രണ്ടാം ഭാഗത്തിൽ പിമ്പിൾ 2 എന്ന് പറയുന്ന ഫീച്ചറിനെ പിടിച്ചേക്കണം. അപ്പോൾ ഈ പിമ്പിൾ 2 നമുക്ക് ഇവിടുന്ന് കാണില്ല. ഈ പിമ്പിൾ 2ൻ്റെ അറ്റാക്കിന് പോയപ്പോൾ അനോജ് നയ്യാർ ഉണ്ടായിരുന്ന അനോജിൻ്റെ കമ്പനി, ചാർലി കമ്പനിയാണ് തോന്നുന്നു, അവരുടെ കമ്പനി കമാൻഡ് ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് ഇതിൽ ബുള്ളറ്റ് കൊണ്ട് താഴെ വന്നു. പിന്നെ അനോജ് നയ്യാറായിരുന്നു ആ കമ്പനിയിൽ ലീഡ് ചെയ്തത്. അനോജ് നയ്യാർ 4 ബങ്കേഴ്സ് ക്ലിയർ ചെയ്തു. 4 അപ്പോൾ ഓരോ ബങ്കറിൽ പോയിട്ട് നമ്മൾ ഫിസിക്കലി അസോൾട്ട് ചെയ്യണം. 4 ബങ്കർ. അപ്പോൾ ഈ ബങ്കേഴ്സ് ഇങ്ങനെ എച്ചലൻസ് പറയും. എച്ചലൻസ് പറയും 1, 2, 3, 4 ഇങ്ങനെയാണ്. 2 ഒരുമിച്ചല്ല. അപ്പോൾ ഇവർക്കറിയാം, ശത്രുക്കൾക്കറിയാം ഇങ്ങനെ ഇൻഫൻട്രിക്ക് വരാൻ പറ്റുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ. അപ്പോൾ ഓരോന്നിലും മെഷീൻ ഗൺസ് ഉണ്ട്, ഓരോരുത്തരും മെഷീൻ ഗൺസ് ഉണ്ട്. അവരവരുടെ ഈ ഫയർ ഡയറക്ഷൻസൊക്കെ ശരിക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതിലെ പോയാലും ഇവരുടെ ബുള്ളറ്റ് നമ്മുടെ മീതെ കൊള്ളും. അപ്പോൾ അതിനെ മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറയും. മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വൈദ്യുത്ത്? ഇപ്പോൾ വൈദ്യുത്തിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഇവിടേക്ക് ശത്രുക്കൾ ഇങ്ങനെ ആക്രമിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു വെപ്പൺ ഇവിടെ സെറ്റ് ചെയ്യും, മറ്റൊരു വെപ്പൺ ഇവിടെ സെറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക് വെപ്പൺസ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വെപ്പൺസ് ഈ ഡയറക്ഷനിലേക്ക് ഫയർ ചെയ്യും, ഈ ഇവിടെ ഉള്ളത് ഈ ഡയറക്ഷനിലേക്ക് ഫയർ ചെയ്യും. അപ്പോൾ ഈ ക്രോസ് വയർ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം വരാൻ. എങ്ങനെ വരിക? ഇത് മെയിനായിട്ടിൽ ഇങ്ങനെ ബെൽറ്റ് ഫയറിംഗ് ആണല്ലോ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വേണ്ടിയിരിക്കുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് സൈറ്റ് ചെയ്യുക. പാകിസ്ഥാനികളുടെ ടാക്ടിക്സ് ആയാലും നമ്മുടെ ടാക്ടിക്സ് ആയാലും ശരി, ആരുടെ ടാക്ടിക്സ് ആയാലും ഇതെല്ലാം ഒരേമാതിരിയാണ്. അങ്ങനെ ഈ പിമ്പിൾ 2-ൽ 4ാമത്തെ ബങ്കർ പിടിച്ചോട്ട് കൂട്ടിയിട്ട് അപ്പോൾ അവൻ ഏകദേശം 6-7 പേരെ അനിരുദ്ധ് നയ്യാർ ശരിക്കും ഷൂട്ട് ചെയ്യലായിട്ടെല്ലാം ചെയ്തതിന് ശേഷം അനിരുദ്ധ് നയ്യാർ വെടികണ്ടു താഴെ വന്നു, ഡൈഡ് ഇൻസ്റ്റൻറ്റനിയസ്ലി. ഇനി അവിടെ ഇൻഫൻട്രിയുടെ ആരുമില്ല, ഇൻഫൻട്രിയുടെ കമാൻഡേഴ്സ് ആരുമില്ല അവിടെ. ആ സമയത്ത് ഈ 7 ജാർഡിൻ്റെ CEO US ബാബ, കേണൽ US ബാബ എന്നോട് റേഡിയോ സെറ്റിൽ സംസാരിച്ചു. അപ്പോൾ റേഡിയോ സെറ്റിൽ നമ്മൾ പറയുന്നത് മുഴുവൻ പാകിസ്ഥാനികൾക്ക് കേൾക്കാം, അവർ പറയുന്നത് നമുക്കും കേൾക്കാം. അവിടെ സീക്രറ്റ് ഡിവൈസ് ഒന്നുമില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയോ? പന്ത്രാസ് റീജിൽ ഒരേ ഒരു പൊസിഷനുള്ളൂ OP. അവിടേക്ക് അത് ഇവരങ്ങ് രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ വൈദ്യുത് അവരുടെ മോട്ടർ ഫയർ, MMG ഫയർ, ആർട്ടിലറി ഫയർ എന്തൊക്കെയാണ് വന്നു വീഴുന്നത് നമുക്ക് ഉരുപ്പെട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൗണ്ട്സ് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളവിടെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ബൈനോക്കുലർ വെച്ചിട്ടാണ് നോക്കുന്നത്. പിന്നെ സമയരാത്രി, അപ്പോൾ അവർക്ക് നേരിട്ട് നോക്കിയിട്ട് ഫയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേ കൂടെ നോക്കുമ്പോൾ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ശരവർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഓർഡേഴ്സ് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. പറഞ്ഞിട്ട് ഇത്ര ഉറക്കത്തില്ല. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് പാസ് ചെയ്യണ്ടേ? ഓർഡേഴ്സ് പാസ് ചെയ്യാൻ ഒരു നിർത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം ഒരു ഗോസ്വാമി എന്ന് പറഞ്ഞിട്ട് മേജർ ഗോസ്വാമി ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, അപ്പോൾ വേറൊരു OP ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 300 മീറ്റർ. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് റേഡിയോ സെറ്റിൽ വായു തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. 5 റൗണ്ട് ഗൺ ഫയർ, 4 റൗണ്ട്, ഇതൊക്കെ ആയിട്ടുള്ള ലാംഗ്വേജാണ്. അത് ചെയ്യുക ഇങ്ങനെ ഇത് പറഞ്ഞു. നീ പറഞ്ഞു. അപ്പോൾ അവനായിട്ട് വേറെ ആരും കണക്റ്റഡ് അല്ല, വേറൊരു ഫ്രീക്വൻസി കൊടുത്തു. ഈ ഫ്രീക്വൻസി ഒക്കെ പാകിസ്ഥാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഈ റേഡിയോ സെറ്റിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ടെലിഫോണിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് GOC ആയിട്ട് ഒരു ഡയറക്റ്റ് 1-to-1 ഒരു റേഡിയോ സെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഉടനെ തന്നെ GOC ആയിട്ട് പറയാതെ തന്നെ അത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ ടെലിഫോണിലേക്ക് മാറി. അപ്പോൾ ടെലിഫോണിലാകുമ്പോൾ പിന്നെ ആരും കേൾക്കില്ലല്ലോ. അങ്ങനെ ഗോസ്വാമി അവിടെ നിന്ന് ഈ ഓർഡർ പാസ് ചെയ്യുമ്പോൾ ഇവരുടെ ഫയറിങ് മുഴുവൻ അങ്ങോട്ട് പോയി. ഇവർ ഈ ഫയർ ചെയ്യുന്ന ഇവരുടെ പാകിസ്ഥാനിലുള്ള ഫയറിങ് മുഴുവൻ അങ്ങോട്ട് പോയി. പിന്നെയാണ് നമുക്ക് ഇവിടുന്ന് ശരിക്കും ഓർഡേഴ്സ് പാസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ എനിക്ക് ഈ പിമ്പിൾ 2ൻ്റെ മീതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല.